ഹലോ. ഞങ്ങളിന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് എല്ലാവരോടും പുറത്തു പോവാണ് കേട്ടോ. ഞാൻ എടുത്തു വെച്ച ഇൻട്രോയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു. അത് ഞാൻ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് നോക്കൂ. തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ 4 പേരും കൂടെ ആട്ടോ ഇന്ന് ഷോപ്പിങ്ങിന് പോകാൻ പോന്നേ. ഇനി 2 പേരും കൂടെ ഉണ്ട് എൻ്റെ റൂമില്. അവരെ വഴിയേ കാണിച്ചു തരാം. ഇന്നവരില്ല. ഇന്നിപ്പോ ദേ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അതെ, ട്രീസ ചേച്ചി, ദീപ്തി ചേച്ചി, പിന്നെ ഇമ്മ. ഞങ്ങളിന്ന് പോകുന്നത് ഞാനിവിടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ മെയിനായിട്ട് പവി എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെയും പോയി പിന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ പോകണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നടക്കുകയാണ്. ദീപ്തി കൊച്ചേ, ആ ഇതാണ് ദീപ്തി ചേച്ചി. അത് ബ്ലാക്ക് ഇട്ടിരിക്കുന്നത് ട്രീസ ചേച്ചി, ആ മാസ്ക് വെച്ചിരിക്കുന്നത് ഇമ്മ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെല്ലാം ബ്ലാക്ക് ഫ്രൈഡേക്ക് ഭയങ്കര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. പോയി നോക്കുമ്പോൾ അറിയാം ഇനി എന്താന്ന്. ഇത് ഇവിടുത്തെ ഒരു ചർച്ചാണ് കേട്ടോ. സ്ഥലം ഒന്ന് നോക്കി വെച്ചു. ഇതിനെപ്പറ്റി കുറച്ചധികം പറയാനുണ്ട്. ഇതാണ് കേട്ടോ പിന്നെ പവി സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അന്നത്തെ പോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോവാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതിനപ്പുറം തന്നെ ലിഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് വന്ന് പവിയിലേക്ക് പോകണം. റോഡിൽ എന്തോ ബ്ലോക്ക് കാരണം പോലീസൊക്കെ ഉണ്ടായിരുന്നു. ആ നടന്നു പോകുന്നത് ഞാനാ. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? തിരിച്ചറിയത്തില്ലല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ഡെക്കാത്തലോണിലാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ നടന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അവിടെ. അവർക്കൊക്കെ എന്തോ നോക്കണമായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു മിറർ കണ്ടത്. എന്താ, നന്നായിട്ടുണ്ടല്ലേ എന്നെ കാണാൻ? അപ്പോഴാണ് കേട്ടോ എൻ്റെ കണ്ണിൽ ദേ ഈ സാധനം അടക്കിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നാത്തൂര് ഓർമ്മ വന്നു. ഇത് ചേച്ചി ഞാനും കൂടെ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ സ്ഥലത്ത് പോയായിരുന്നു കേട്ടോ. കൊച്ചി, ലുലുവില്, തൃശ്ശൂര്, കുറേ സ്ഥലത്ത് പോയായിരുന്നു. പക്ഷെ ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്താ പോയത്. അവസാനം ഡെക്കാത്തലോണിൽ നിന്ന് എനിക്ക് ഈ ജാക്കറ്റ് കിട്ടി. ചേച്ചി എന്നെ എടുത്തു തന്നത് ഏകദേശം ഒരു എന്താ പറയുക, നാട്ടിലൊരു 9-10 അടുപ്പിച്ചൊക്കെ ആയി. ദ തിങ് ഈസ്, ഞാൻ പറയാൻ വന്നത് ഇതല്ല. ഇവിടെ എല്ലാം -50% എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് ചെന്ന് സാധനം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ 50% എന്ന് കണ്ടു, പിന്നെ €9 എന്നും നമുക്ക് കാണാൻ പറ്റും. ആ €9 നമ്മൾ ചെന്ന് ബില്ലടിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് €9 എന്ന് പറഞ്ഞാൽ 2 സാധനം എടുക്കുന്നതിൽ രണ്ടാമത്തതിനാണ് €9. ആദ്യത്തെ സാധനം പ്രൈസ് ടാഗ് എത്രയാണോ അത്രയും തന്നെ നമ്മൾ എടുക്കണം. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരും നോട്ടീസ് ചെയ്തിരുന്നില്ല എന്നല്ല പറയേണ്ടത്. കാര്യം ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. ആ പ്രൈസ് ടാഗിന്റെ മേളിൽ കൂടാണ് അടുത്ത പ്രൈസ് ടാഗ്. അതായത് ഒരു €25 ഒരു പ്രൈസ് ടാഗ്, അതിന്റെ മേളിൽ ഒരു €9. അത് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഇത് ഓഫർ പ്രൈസ് €9 കിട്ടുമെന്ന്. അങ്ങനെയാണ് ഞാനും ഇമയും പെട്ടുപോയത്. ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ പോയി 2 ഡ്രസ്സ് എടുത്തു. 2 പേർക്കും ഓരോന്ന് എടുക്കുകയും ചെയ്തു. ഇതാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാട്ടോ. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കായിരുന്നു എനിക്കൊരു മിറർ കിട്ടിയത്. മിറർ പിന്നെ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാനൊരു മിറർ വീഡിയോയും മിറർ സെൽഫിയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്ന് നടന്നു വരുമ്പോഴാണ് ദേ ഈ സാധനങ്ങൾ കാണുന്നത്. വീട് ഡെക്കർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് ഞാനൊന്നും വാങ്ങിക്കുന്നില്ല. ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതിയല്ലോ. ഇതൊക്കെ കാണാനുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷെ അത് എത്രത്തോളം വീഡിയോയിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല വീടിൻ്റെ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാനും ഈ മെയിൻ ഡ്രസ്സ് ഇട്ട് നോക്കാനായിട്ട് കയറി. ഇട്ട് നോക്കാൻ കയറിയപ്പോൾ എൻ്റെ നാട്ടിലെ സൈസ് വെച്ച് നോക്കിയിട്ട് ഇവിടെ എല്ലാം ആനക്ക് അണ്ടർവെയർ ഇട്ട കണക്കാണ് എനിക്ക് കിട്ടിയത്. എല്ലാം ഇപ്പം എന്താ പറയുക, മീഡിയം സൈസ് എടുത്താലും അത് വലുത്, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ജാക്കറ്റിൻ്റെ ഒരു സൈസ് ഷോർട്ട് എടുത്തുകൊണ്ട് ഞാനും ഇമ്മയും കൂടെ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്തു. സ്കാം ഒന്നും അറിയാതെ. ബില്ലടിച്ചപ്പോഴാണ് അറിയുന്നത്. പിന്നെ ആ ബില്ലടിച്ചതിൻ്റെ വിഷമത്തിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ദേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിരുന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇവരിവിടെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ചേച്ചിമാരെ തപ്പിപ്പോയി. ദേ ഇത് കണ്ടോ, ഇവിടെ ക്രിസ്മസ് ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ട്രീകളെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമ്മളെ നാട്ടിലെ കണക്കല്ല, ഇവർക്ക് ഇത് നേരത്തെ ക്രിസ്മസ് വന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.